ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലയപ്പം ഫുഡ് ചാനൽ. ബാക്കി വന്ന ചപ്പാത്തി എന്ത് ചെയ്യുമെന്ന ടെൻഷൻ ഉണ്ടോ? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇതാ ഇലയപ്പം ഫുഡ് ചാനൽ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നു മുട്ടക്കൊത്ത് ചപ്പാത്തി. ആദ്യമായി ചപ്പാത്തി എന്ത് ചെയ്യാമെന്ന് നോക്കാം. ചപ്പാത്തി ഇതിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. മുട്ടക്കൊത്ത് ചപ്പാത്തിക്ക് വേണ്ടി ചപ്പാത്തി ചുട്ടെടുക്കാം, അല്ലെങ്കിൽ ബാക്കി വന്ന ചപ്പാത്തികൾ ഉപയോഗിക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ: മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഗരം മസാല, ഉപ്പ്, 2 സവാള ചെറുതായി അരിഞ്ഞത്, ഇതേപോലെ 2 തക്കാളി അരിഞ്ഞത്, മുട്ട, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില അല്ലെങ്കിൽ മല്ലിയില, പച്ചമുളക്. ആദ്യം തന്നെ ഫ്രൈയിങ് പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ ശേഷം എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില എന്നിവ കൂടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇതിലേക്കിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. ശേഷം തക്കാളി അരിഞ്ഞതുകൂടി ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക. തക്കാളി സോഫ്റ്റ് ആയതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കാം. ഇതെല്ലാം പാകമായി വരുമ്പോൾ 3 മുട്ടകൾ കൂടി പൊട്ടിച്ചൊഴിക്കാം. വിസ്ക് അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഈ മിക്സറിനെ നന്നായി ഇളക്കി കൊടുക്കാം. വിസ്ക് ഉപയോഗിക്കുന്നതാവും എപ്പോഴും നല്ലത്, കാരണം എല്ലാ ഭാഗവും ഒരുപോലെ നന്നായി മിക്സ് ചെയ്ത് കിട്ടും. ഈ ഒരു പരുവത്തിൽ അല്ലെങ്കിൽ സെമി ലിക്വിഡ് പരുവത്തിലാകുമ്പോൾ ഇതുപോലെ മുറിച്ചു വെച്ച ചപ്പാത്തി കഷ്ണങ്ങൾ ഇതിലേക്കിട്ട് നന്നായി ഇളക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ 2 വുഡൻ തവികൾ ഉപയോഗിച്ചാൽ നന്നായി മിക്സ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് 3 മിനിറ്റുകൾക്ക് ശേഷം ഇതാ മുട്ടക്കൊത്ത് ചപ്പാത്തി റെഡി. ഇതിനെ നമ്മൾക്ക് കുറച്ച് എള്ള്, ടൊമാറ്റോ സോസ് എന്നിവ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. മല്ലിയിലയും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല. ചൂട് ചായയുടെ കൂടെയും 4 മണി പലഹാരമായി ആർക്കും ഈസിയായി ട്രൈ ചെയ്യാവുന്നതാണ്. ആകർഷകമായ സ്വാദിഷ്ടമായ മുട്ടക്കൊത്ത് ചപ്പാത്തി തയ്യാർ. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അടുത്ത വിഭവങ്ങളുമായി വരുന്നതുവരെ
ബൈ ബൈ.